അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസിലെ ഇന്നത്തെ ലൈവിൽ പല വിഷയങ്ങളും ഹാമിദ് തങ്ങൾ പറയുകയുണ്ടായി. ഇതിൽ പ്രധാനമായിട്ടും സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അത് വസിയത്തോടു കൂടിയാണ് ഇജാസത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലൈവ് മുഴുവനായിട്ട് കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ചില ഭാഗങ്ങൾ മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ കൊടുക്കുന്നത് പോലെ അവസാന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോഴേ അത് കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മജ്ലിസ് കൊണ്ട് ലഭിച്ചിട്ടുള്ള ചില ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു 42 വയസ്സുകാരിക്കുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തെക്കുറിച്ച് പറയാമെന്നൊരു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ തങ്ങളെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നൂറെ ഹബീബിൽ തങ്ങൾ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അഥവാ സ്വലാത്ത് ചൊല്ലിയ സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച്. അപ്പോൾ ചില ആളുകൾ കമൻറ്റിൽ വന്നു. ഞാൻ കമൻറ്റിന് മറുപടി പറയല്ല, അത് ഈ കമൻറ്റിലൂടെ ചോദിച്ചെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ നിസ്കരിക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്നുള്ള കാര്യത്തിൻ്റെ രൂപത്തിലാണ്. അഥവാ മറ്റ് വിഭാഗത്തൊന്നും ചെയ്യാതെ വെറും സ്വലാത്തുൽ ഫാത്തിഹ മാത്രം ചൊല്ലിയിരുന്നാൽ മതിയല്ലോ എന്നുള്ള രൂപത്തിലുള്ള ഒരു മറുപടി, ഒരു ഇതാണ് കമൻറ്റിൽ വന്നിട്ടുള്ളത്. അത് ആ കമൻറ്റ് എഴുതിയത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. കാരണം ഈ ചൊല്ലി പോകുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ കമൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഇങ്ങനെ ചൊല്ലുന്നതും പറയുന്നതും ഇഷ്ടപ്പെടാത്ത ആളുകളെ എന്ത് രൂപത്തിലുള്ള ഒരിതാണ്. കാരണം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് കൂടെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹയും കൂടി പതിവാക്കിയാൽ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടും. നമ്മൾ ചൊല്ലുന്നതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സ്ഥലത്തിൽപ്പെട്ട ഒന്നായതുകൊണ്ടാണ് അതിന് സ്വർഗം കിട്ടുമെന്ന് പറയാൻ കാരണം. അതിന് പല സംഭവങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോയിൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങളായിട്ട് മാത്രം പറയാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇന്നും പറയാനുണ്ട്. നയന മനോഹരമായ ഫضലുകൾ ഇന്നും നിങ്ങളെ മുമ്പിൽ വെക്കാനുണ്ട്. നിങ്ങൾക്കറിയോ സ്വലാത്തിന്റെ പവർ എന്താണ്? ഒരു കുടുംബം എന്നെ കാണാൻ വന്നിരുന്നു ഒരു 6 മാസം മുമ്പ്. എന്നോട് പറഞ്ഞു, തങ്ങളെ 5 പവന്റെ സ്വർണ്ണാഭരണം എൻ്റെ മകന്റെ കയ്യിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് 5 പവന്റെ സ്വർണ്ണാഭരണം തട്ടിങ്ങനെ കൊണ്ടേക്കണം. അത് ഞങ്ങൾ ഒഴിവാക്കിക്കണം. പക്ഷേ പല ആളുകളും ഈ മജ്ലിസിന്റെ ഫضല് പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ കാണും. കേട്ടോ, തസ്നി എഴുതിക്കണുണ്ടോ? എനിക്ക് ഒരു ദിവസം കാണാൻ പറ്റില്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടൂല. നല്ല സന്തോഷം നൽകട്ടെ. ഇത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റൂല ഈ മജ്ലിസിൽ. കേട്ടോ, ഇത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റൂല. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ എന്തായിട്ട് സ്വർണം 5 പവൻ ഒരാൾക്ക് കൊടുത്തു. കിട്ടുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ഒഴിവാക്കി. അങ്ങനെ ഈ മജ്ലിസിനെ കുറിച്ച് അറിഞ്ഞു. ഇത് കേൾക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ ഫضല് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വന്നതാ കൊടുത്തിട്ടോ. ഞങ്ങളെ മുതൽ കിട്ടാൻ ദ്വാരിക്കണം. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും മുടങ്ങാതെ മജ്ലിസ് കാണുന്നതാണ്. ഞങ്ങൾ പേടിക്കണ്ട. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ചന്റെ 70,072 70,200 എനിക്കറിയില്ല, 70,200 രൂപ 500 കെട്ടേണ്ടി തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് യതീം മക്കൾക്കൊന്നുമല്ല, ഇത് മജ്ലിസിനുള്ളതാണ്. ഈ സ്വലാത്തുണ്ടല്ലോ, നിങ്ങൾക്ക് എവിടെ കിട്ടി വെച്ചിനോട് ഒരു കുടുംബം
എന്താ വെച്ചു? ഇതൊരു അത്ഭുതാട്ടോ, ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അത്ഭുതമാണ്. നിങ്ങൾക്ക് അറിയില്ല ഇതിനെ കുറിച്ചിട്ട്. പക്ഷേ മഹാന്മാര് ആളുകള് ഇപ്പൊ ഇതിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങള് ഒരുപാട്. ഇപ്പൊ പിന്നെ മിനിങ്ങാന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട് ഉസ്താദ് പറയുന്നുണ്ട്. എന്താ വെച്ചാല് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്തായിരുന്നു സ്വലാത്തുൽ ഫാത്തിഹ. എല്ലാ പണ്ഡിതന്മാരും ഇപ്പൊ പറയുന്നുണ്ട് ഇതിന്റെ പ്രതിഫലം. പക്ഷേ ഇത് ദുനിയാവുക്ക് മാത്രമല്ല, ഇത് ആഖിറത്തുക്കും പാടെ ഉണ്ടാവും. ഇതൊരു മരുന്നാണ്. ഇത് ഇജാസത്തും പാടെ കിട്ടിയോ കണ്ട് ഡബിൾ പവറാണ്. ഈ മജ്‌ലിസ് കണ്ടവർക്ക് ഒരു വിഷമവും ദുനിയാവ് അല്ലാഹു തരൂല. എനിക്കറിയോ, അത്രക്ക് ഫضലാണ്. ഒരു ഉസ്താദന്മാരും പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഈ സ്വലാത്ത് ഹബീബായ മുത്തുനബിക്ക് ഇഷ്ടമായിരുന്നു അത്രേ. ഫാത്തിമാബി എപ്പോഴും ചൊല്ലുന്ന സ്വലാത്തായിരുന്നു അത്രേ. പക്ഷെ അതിൻ്റെ ഒന്നും കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്തില്ല വ്യക്തമായിട്ട് പറയുന്നില്ല. ഇതിൻ്റെ അത്ഭുതങ്ങൾ അല്ലാഹു കേട്ടോ. ഇത് ഭാഗ്യമുള്ളവര്, ഭാഗ്യമുള്ളവർക്ക് ഇത് ദിവസം. പിന്നെ ഞാൻ അല്ലാഹുവോട് ദ്വാരക്കലുണ്ട്. എന്താ അറിയോ, ഈ മജ്‌ലിസ് എന്നും കാണുന്ന ആളുകളുണ്ടല്ലോ, ഓൽക്കൊരു വിഷമം കൊടുക്കരുത്. അല്ലാഹു ഈ മജ്‌ലിസ് ആരാണ് ആളുകളെ കൂട്ടുന്നത്, ഓൽക്കൊരു സങ്കടം കൊടുക്കരുത് അറിയും. ഇത് ഒഴിവാക്കരുത്. ഇത് ഇൻഷാ അല്ലാഹ് ഇത് ഖൈറാണ്. തങ്ങളുപ്പ, എന്റെ പേര് ജംഷി എന്നാണ്. തങ്ങളുപ്പ ഫാത്തിമ, തങ്ങളുപ്പ തയ്യോട്ടച്ചിറ. എന്റെ ഗ്രൂപ്പിൽ ഒരു താത്തയുടെ ഭർത്താവിന് വിസസ് റെഡിയായി സ്വലാത്തിൽ മജ്‌ലിസ് നിയത്തി വെച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, സ്വലാത്തുൽ ഫാത്തിഹന്റെ ബറക്കത്ത് കൊണ്ട് ഒരു സഹോദരിക്ക് വിസ റെഡിയായിട്ടുണ്ട്. അല്ലാഹുവേ, പ്രവാസികളാണ്, ഒരു വശവും നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. തങ്ങളുപ്പായിന്റെ പേര് നാസർ ഫൗസിയ. തങ്ങളെ ഞാൻ എന്റെ ഗ്രൂപ്പ് 42 വയസ്സുള്ള സഹോദരി, കല്യാണം ശരിയാവാതെ ഒരുപാട് വിഷമത്തിലായിരുന്നു, ഒരുപാട് പ്രയാസത്തിലായിരുന്നു. അവര് ചാവക്കാട് വന്നിരുന്നു. അൽഹംദുലില്ലാഹ് കണ്ണേറുണ്ടായിരുന്നു പറഞ്ഞു. 7 മാസത്തിനുള്ളിൽ ശരിയാകുമെന്ന് പറഞ്ഞു. 5 മാസമായപ്പോഴത്തേക്ക് 42 വയസ്സുള്ള ആ പുണ്യമോളെ കല്യാണം ശരിയായി. അത് സ്വലാത്തിന്റെ ബറക്കത്താണ്, സ്വലാത്തിന്റെ ബറക്കത്താണ്. ഖാലിഖായ പടച്ച റബ്ബേ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇനി ഒരു സങ്കടവും നീ കൊടുക്കല്ല അല്ലാഹ്. ആ കുടുംബത്തിന് വേണ്ടി തക്ബീർ അല്ലാഹ്.